നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അല്ലെങ്കിൽ വ്യാപാര യുദ്ധം ഇത് സംബന്ധിച്ചുള്ള നിരവധി വാർത്തകൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് രണ്ടുപേരും തമ്മിലുള്ള ഒരു ധാരണയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അപ്പോഴും ഒരു ചർച്ചയുടെ സാധ്യത ഉണ്ടായിരുന്നു. ഈ ഓഗസ്റ്റ് 28-ന് ശേഷമാണ് അമേരിക്ക ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ നികുതി ചുമത്താനുള്ള നടപടികൾ ആരംഭിക്കുക. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇന്ത്യ അമേരിക്ക ഒരു വ്യാപാര ധാരണയ്ക്ക്, വ്യാപാര കരാറിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ഏതാണ്ട് 5 റൗണ്ട് ചർച്ചകൾ നമ്മൾ ഇതിനോടകം പൂർത്തിയാക്കി. പക്ഷേ എന്നിട്ടും പല കാര്യങ്ങളിലും പരസ്പര ധാരണയാകാത്തതിൻ്റെ പേരിലാണ് രണ്ട് രാജ്യങ്ങളും ഇന്ന് ഈ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിൻ്റെ കാരണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോഴും ഈ 28-നുള്ളിൽ ഒരു ധാരണയിൽ എത്താനുള്ള സാധ്യതയുണ്ടെന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതും ആ ഒരു സാധ്യതയും ഇപ്പോൾ പൂർണ്ണമായി അടയുകയാണ്. അതായത് ഇന്ത്യയും അമേരിക്കയും പൂർണ്ണ തോതിലുള്ള ഒരു തുറന്ന വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് നിസ്സംശയം പറയേണ്ടി വരും എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് ഇന്ത്യയും അമേരിക്കയും വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ജനുവരിയിലാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയത്. അതിനുശേഷം കൃത്യം 1 മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര ധാരണകൾ ഉണ്ടാക്കാൻ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഇന്ത്യ ഒരു സൗഹൃദ രാഷ്ട്രം എന്ന പരിഗണന ലഭിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച ഒരു വ്യാപാര കരാർ ചൈനയുമായിട്ടും അതേപോലെ മറ്റ് രാജ്യങ്ങളുമായിട്ടും ഉള്ള ചില പ്രശ്നങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ ഇന്ത്യയുമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് വളരെ അനുകൂലമായ ഒരു വ്യാപാര കരാർ ഉണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മളുടെ പ്രതീക്ഷ. ശരാശരി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിക്കൊണ്ടിരുന്നത് 10 മുതൽ 15% വരെ നികുതിയാണ്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ 15 മുതൽ 20% വരെ ഒരു നികുതി ഘടനയിലേക്ക് കാര്യങ്ങൾ എത്തും. പരമാവധി 15% തന്നെ ഒതുക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഇന്ത്യൻ സംഘത്തിൻ്റെ പ്രതീക്ഷ. എന്നാൽ പല ഉൽപ്പന്നങ്ങൾക്ക് ചില ധാരണകളുടെ പേരിൽ നികുതി ഇനത്തിൽ ചിലപ്പോൾ പൂർണ്ണ നികുതി ഒഴിവാക്കലോ ചില ഇനങ്ങൾക്ക് നികുതി കുറച്ച് വർദ്ധിപ്പിക്കുന്നതിനോ ഇന്ത്യൻ സംഘം സന്നദ്ധമായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ചില കടുംപിടുത്തങ്ങൾ തുടർന്നതിൻ്റെ പേരിലാണ് നമുക്ക് ഒരു വ്യാപാര കരാർ ഉണ്ടാകാൻ സാധിക്കാതിരുന്നത്. പ്രത്യേകിച്ചും പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങളും അതേപോലെ പാൽ ഉൽപ്പന്നങ്ങളും നികുതി രഹിതമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ, അതേപോലെ സോളാർ പാനലുകൾ അടക്കമുള്ള സംഗതികളിൽ ഇന്ത്യയിലേക്ക് നികുതി രഹിതമായി വരണം, ഇന്ത്യൻ വിപണിയിൽ നികുതി രഹിതമായി വരണം. അതേപോലെ ഇന്ത്യ അമേരിക്കയിലോട്ട് തരുന്ന ഉൽപ്പന്നങ്ങൾക്ക് പല നിയന്ത്രണങ്ങളും അമേരിക്ക ഏർപ്പെടുത്തുന്നതടക്കമുള്ള, പ്രത്യേകിച്ചും അതിൻ്റെ ഗുണനിലവാര പരിശോധനകൾ കർക്കശമാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അമേരിക്ക കടന്നതും ഇതൊക്കെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ധാരണ എത്താത്തതിന് കാരണമായി പിരിഞ്ഞത്. എന്നാൽ ഡൽഹിയിൽ ഇതുവരെയുള്ള ചർച്ചകളെല്ലാം നടന്നത് അമേരിക്കയിലാണെങ്കിൽ ഈ വരുന്ന 25-നും 29-നും ഇടയിലുള്ള ദിവസങ്ങളിൽ ഡൽഹി കേന്ദ്രീകരിച്ച ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള വാർത്ത. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തം തുടരുന്ന പശ്ചാത്തലത്തിൽ ആ ചർച്ചയും ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതായത് ഈ പറയുന്ന ഓഗസ്റ്റ് 28 മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% തീരുവ ചുമത്തും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിക്കാം. ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന സെപ്റ്റംബറിലോ മറ്റോ അങ്ങോട്ടേക്ക് അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ ഈ പറയുന്ന വ്യാപാര യുദ്ധത്തിന് പരിഹാരമാകുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ധാരണയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്കെതിരെ ചുമത്തിയ നികുതി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അത് അമേരിക്കയുടെ തന്ത്രപരമായ ഒരു നിലപാടിനുണ്ടായ തിരിച്ചടിയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ, ചൈന, റഷ്യ സഖ്യം അത് വളരെ ശക്തിപ്പെടുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ പിണക്കുന്ന ഒരു സമീപനം അമേരിക്ക എടുക്കുന്നത്, പ്രത്യേകിച്ചും അത് ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ചൈനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തും എന്നുള്ളൊരു മുന്നറിയിപ്പ് അമേരിക്കയിലെ പല നിരീക്ഷകരും ട്രംപിന് നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ ചുമത്തിയ നികുതി ചിലപ്പോൾ അത് ചില ഭേദഗതികൾ വരുത്താൻ ട്രംപ് തയ്യാറായേക്കും.
അതേപോലെ അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകൾ വന്നിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണമില്ല. അതേസമയം ഇന്ത്യ അമേരിക്കയെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ സംഗതി. ഉദാഹരണമായി പറഞ്ഞാൽ കാനഡയ്ക്കെതിരെയും ദക്ഷിണ കൊറിയയ്ക്കെതിരെയും അമേരിക്ക ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ നികുതി ഉയർത്തിയിരുന്നു. പക്ഷേ കാനഡ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അവർ അമേരിക്കയുടെ നികുതി ആ ഒരു വർധനവിനെ നേരിടാൻ വേണ്ടി തിരിച്ചും നികുതി പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് അമേരിക്ക കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കാനഡയും വലിയ തോതിൽ നികുതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സമീപനം സ്വീകരിച്ച് അമേരിക്കയെ കുറച്ചുകൂടി തൃപ്തിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കാനഡ എടുത്തിരിക്കുന്ന നിലപാട്. അതേപോലെ തന്നെ ദക്ഷിണ കൊറിയയും അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദക്ഷിണ കൊറിയ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ബോയിങ് വിമാനങ്ങൾ വാങ്ങാനും അതേപോലെ അമേരിക്കയുടെ മാംസ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് ചെയ്തു കൊടുക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചാണ് ദക്ഷിണ കൊറിയ ഇത്തരത്തിൽ നിലപാടെടുത്തത്. നമ്മുടെ സമീപ രാഷ്ട്രമായ പാകിസ്ഥാനും ഇതേപോലെ പാകിസ്ഥാൻ്റെ എണ്ണ നിക്ഷേപവും അതേപോലെ ധാതു സമ്പത്തിൻ്റെ ഖനനമടക്കമുള്ള മേഖലകളിൽ അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തുകൊണ്ടാണ് പാകിസ്ഥാനും അമേരിക്കയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിലപാടെടുത്തത്. എന്നാൽ ഇന്ത്യ അത്തരത്തിൽ ഒരു നിലപാടും ഇതുവരെ എടുത്തിട്ടില്ല. അമേരിക്കയുടെ വെല്ലുവിളി സധൈര്യം നേരിടുക തന്നെ ചെയ്യും എന്നുള്ള നിലപാടാണ് ഇന്ത്യക്കുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനുവേണ്ടി എന്ത് വില കൊടുത്തും കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന പ്രധാനമന്ത്രി മോദി നിലപാടെടുക്കുകയും ചെയ്തു. അത് കൃത്യമായും അമേരിക്കയ്ക്കുള്ള ഒരു മറുപടിയാണ്. അതേപോലെ തന്നെ അമേരിക്ക വാഗ്ദാനം ചെയ്ത F-35 യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവ വേണ്ട, അമേരിക്കയുമായിട്ടുള്ള ഇനി പ്രതിരോധ വാണിജ്യ കരാർ, വ്യാപാര കരാർ അതിനെ സംബന്ധിച്ചും ഇന്ത്യ പുനരാലോചിക്കും എന്നുള്ള സന്ദേശം അമേരിക്കയ്ക്ക് നൽകിയും കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയെ അനുനയിപ്പിക്കാനായിട്ടുള്ള ഒരു നടപടികളും ഇന്ത്യ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് തൽക്കാലം പ്രതിനിധികളെ അയക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ അമേരിക്ക എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം വരും ദിവസങ്ങളിലും മൂർച്ഛിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ കുറച്ച് കാലത്തേക്ക് ഇന്ത്യക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. കാരണം അമേരിക്ക ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വിപണിയാണ്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്. അതിന് ബദൽ വിപണി കണ്ടെത്തുന്ന കാലയളവ് വരെ ഒരു പക്ഷേ ഇന്ത്യൻ വിപണിയിൽ ഇത്തരം സാധനങ്ങൾ കെട്ടിക്കിടന്ന് ചിലപ്പോൾ അത് നശിച്ചു പോകാനോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിലയിടിവ് ഉണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ 50% വരെ തീരുവ നൽകിക്കൊണ്ട് വളരെ നഷ്ടം സഹിച്ചുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കുന്നതിനേക്കാളും നല്ലത് അത് നശിച്ചു പോട്ടെ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ആയിരിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുമാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമൊക്കെ നമ്മൾ പുതിയ വിപണികൾ തേടി പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു യഥാർത്ഥ ഒരു സപ്ലൈ ചെയിനായി മാറുന്നത് വരെ ഉള്ള കാലതാമസം തീർച്ചയായും ഇന്ത്യക്ക് അതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഒരു യഥാർത്ഥ പരീക്ഷണങ്ങൾ അതിജീവിച്ച ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണ ഘട്ടവും ഇന്ത്യക്ക് അനുകൂലമായി തീരും. ആ പരീക്ഷണ ഘട്ടം കൂടി അതിജീവിച്ചാൽ ഇന്ത്യ കൂടുതൽ ശക്തിപ്പെടും എന്നുള്ള നിരീക്ഷണം പല അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രതിസന്ധി എന്നതിലുമുപരി ഒരു അവസരമായിട്ടാണ് ഇന്ത്യ കരുതുന്നത്.